പാദപീഠത്തെങ്കിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ കൃപയ്ക്ക് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇന്ന് നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസമാണല്ലോ. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഒരു ഉറപ്പോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന, വിടുതലയക്കുന്ന, സൗഖ്യമാക്കുന്ന, ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന നല്ല കർത്താവിനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോവാം. നമ്മൾ ഒരുമിച്ച് ആത്മനിറവോടെ നമ്മുടെ കർത്താവിനെ നമ്മൾ പാടി മഹത്വപ്പെടുത്താൻ പോവാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പാട്ടുകാരൻ പറയുന്നത് പോലെ, അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെൻ്റെ ആശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നെൻ്റെ പ്രാണപ്രിയനെ, അങ്ങ് മാത്രമാണ് എൻ്റെ സർവവും. ഇന്ന് രാത്രി ഒന്ന് പറയാൻ കഴിയുമോ? അങ്ങ് മാത്രമാണ് എൻ്റെ സർവവും. ഹല്ലേലൂയ. അങ്ങ് മാത്രമാണ്. സകല ദേവന്മാരെക്കാളും വലിയവൻ അങ്ങാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നാമത്തിങ്കൽ സകല മുഴങ്കാലുകളും മടങ്ങുന്ന നാമമാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് നാമത്തെ ഉയർത്താം. ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനായ കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടച്ചാട്ടെ. ഹൃദയം തുറന്ന് ആത്മനിറവോടെ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വം. അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്ന ആശ്രയം
കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പോലെ ഉലകത്തിൽ ആരുമില്ല. ഹല്ലേലൂയ. അവൻ സർവശക്തനായ ദൈവത്തെയാണ് പാടി ആരാധിക്കുന്നത്, സേവിക്കുന്നത്, നമ്മൾ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആ കർത്താവിനെ നമുക്ക് തുടർന്നും ഒരുമിച്ച് ആത്മനിറവോടെ പാടി ആരാധിക്കാം. നന്മ പ്രാപിക്കും, തിന്മ തൊടത്തില്ല, നിന്റെ യാത്രയിൽ ഖേദം വരത്തില്ല. നീ ആഗ്രഹിച്ച തുറമുഖ തണയും കൊടുക്കാറ്റിനെ അവൻ ശാന്തമാക്കും, കടലോളങ്ങൾക്ക് അവൻ അതിരുവെക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നമ്മൾ ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മളെ എത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്.
അതിന് വിരോധമായി എത്ര കാറ്റുകൾ നമുക്ക് നേരെ അടിച്ചാലും, നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് നേരെ എത്ര കാറ്റുകൾ അടിച്ചാലും, നമ്മുടെ ജീവിതത്തിന് നേരെ എത്ര കാറ്റുകൾ അടിച്ചാലും, ഹല്ലേലൂയ, അതിനെ നമ്മുടെ കർത്താവ് ശാസിക്കും. ഹല്ലേലൂയ, നമ്മൾ ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മളെ എത്തിക്കും. നമ്മുടെ വാഗ്ദത്തങ്ങളെ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ഉറപ്പോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മളെ തൊടുവാൻ, അഭിഷേകമുള്ള വ്യക്തികളെ തൊടുവാൻ, നിയോഗമുള്ള വ്യക്തികളെ തൊടുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നന്മ പ്രാപിക്കും, തിന്മ തൊടത്തില്ല, നിന്റെ യാത്രയിൽ ഹേദം വരത്തിൽ. ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ.
ആമേൻ സ്തോത്രം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടച്ചാട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രിയിലും വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഒരുമിച്ച് ആത്മനിറവോടെ കർത്താവിനെ പാടി സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഒരവസരം കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് നൽകിയല്ല. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദിയോടെ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹാലേ, ഞങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. അഭിഷിക്ത ദാസനെ കർത്താവിൻ്റെ രാത്രി ശക്തമായിട്ട് ഉപയോഗിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹാലലു. വചനത്തിൽ നിന്ന് ഓരോ വ്യക്തികളോട് കർത്താവിൻ്റെ രാത്രി സംസാരിക്കണം. ആമേൻ. അവരുടെ ജീവിതത്തിൽ വിടുതലായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ലീഡ് ചെയ്യുന്ന ദൈവദാസിയെ ഏൽപ്പിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണം, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ആമേൻ. ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കും. 3 ദിവസവും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ മധ്യത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പോൾ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു സോ മച്ച് ജിറ്റി സിസ്റ്ററെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായി ഹല്ലേലൂയ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. വചന ശുശ്രൂഷ ഓർത്തും ഹല്ലേലൂയ ജിറ്റി സിസ്റ്റർ വർഷിപ്പ് എടുത്ത സിസ്റ്ററിനെ ഓർത്തും ഇപ്പോൾ അലക്സാണ്ടർ പാസ്റ്റർ അങ്കിൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. Praise the Lord, praise the Lord, hallelujah, hallelujah, hallelujah. Praise the Lord. धन्यवाद प्रभु जी, धन्यवाद प्रभु जी, धन्यवाद प्रभु जी। हमारा सर्वशक्तिमान प्रभु परमेश्वर, इस अच्छे समय के लिए धन्यवाद करता हूँ। आपकी पाकसुरी में आकर स्तुति धन्यवाद करने के लिए, आराधना करने के लिए प्रभु जी हमको ऐसा मौका दिया, इसलिए धन्यवाद प्रभु जी। हालेलुया। आपकी संगति में आकर प्रेज़ द लॉर्ड, हालेलुया, आनंद करने के लिए, आराधना करने के लिए प्रभु हमको चुनाया, इसलिए धन्यवाद प्रभु जी। आज का दिन हालेलुया सारे अनुग्रह से हमको भरपूर कीजिए। प्रेज़ गॉड, हालेलुया। आराधना करने के लिए सिस्टर लिटी जॉन के लिए जॉन ने मदद किया, इसलिए धन्यवाद प्रभु जी। उसके लिए हम प्रार्थना करता, उसका जीवन हालेलुया अनुग्रह दे, हालेलुया, और आपकी कृपा से भरपूर होकर आगे आपकी सेवकाई में आगे बढ़ने के लिए कृपा और ताकत दीजिए। प्रेज़ द लॉर्ड, हालेलुया, प्रेज़ द लॉर्ड प्रभु जी। अभी हम वचन के सामने हालेलुया आने के लिए हालेलुया प्रेज़ द लॉर्ड हर आपको एक हाथ में समर्पण करके प्रार्थना करता हूँ। वचन से बहस करने के लिए प्रभु का दास को शक्ति दे, कृपा दे, अभिषेक दे, नया शक्ति से, सामर्थ्य से वचन से बहस करने के लिए कृपा और अनुग्रह दीजिए। जो जोड़ा हुआ सबको अनुग्रह होने के लिए, हालेलुया, छुटकारा पाने के लिए प्रभु जी कृपा दे। प्रेज़ द लॉर्ड। शैतान का सारा शक्ति से बचा ले, हालेलुया। रोगी लोग हालेलुया, बीमार लोग चंगाई पाने के लिए, प्रेज़ द लॉर्ड, इसी अद्भुत काम प्रकट होने के लिए प्रभु जी आपके हाथ में हम समर्पण करके प्रार्थना करता हूं। सबको हालेलुया आपकी पवित्र आत्मा का शक्ति से भरपूर कीजिए, हालेलुया। आने वाला दिन में प्रभु के नाम का बढ़ाई होने के लिए, अनुग्रह होने के लिए सबको दे, हालेलुया। सबको एक बार और समर्पण करके प्रार्थना करता हूं। प्रभु यीशु मसीह का मीठा नाम से मांगता हूं, सुन और कबूल कर। आमीन। हालेलुया। प्रभु के नाम की स्तुति होने पाए। आए हुए सभी परमेश्वर के अभिषेक दासों को, भाई बहनों को मैं मसीह में वंदन देना चाहती हूँ और एक रिक्वेस्ट करना चाहती हूँ कि जितने लोग हो सके अपना वीडियो ऑन करें तो बहुत अच्छा होगा। वचन की सेवकाई की ओर हम बढ़ रहे हैं। मैं जानती हूँ कई लोग अपनी नौकरी के जगहों में है, लेकिन अगर घरों में आप अगर बैठे हैं तो अपने वीडियो यदि ऑन करेंगे तो बहुत अच्छा होगा। और मैसेज का समय जो है 8 से 9 बजे तक का है। अभी 8:10 हुआ है, लेकिन 10 मिनट आगे या पीछे हो गया तो कोई भी मीटिंग लेफ्ट नहीं करना। कृपया करके आशीर्वाद बोलने के बाद ही सभी लेफ्ट करना करके विनती करती हूँ। തുടർന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായി കൃതദാസനെ ആദരവോടെ ക്ഷണിക്കുന്ന ദേവദാസന്റെ പേര് പാസ്റ്റർ റെജി. എൻ്റെ പപ്പയുടെ സിസ്റ്റർ ലീല മാൻഡി ആണ് എനിക്ക് പാസ്റ്ററുടെ നമ്പർ തന്ന് പാസ്റ്ററെ പരിചയപ്പെടുത്തിയത്. ഹല്ലേലൂയ. പാസ്റ്റർ അങ്കിൾ തൊടുപുഴ എന്ന സ്ഥലത്ത് IPA സഭയോട് ചേർന്ന് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയാണ്. പാസ്റ്ററെ, മെസ്സേജിന്റെ സമയം 8 തൊട്ട് 9 മണിയാ. പക്ഷേ ഞാൻ പറയുമായിരുന്നു 10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ആരും ലെഫ്റ്റ് ആകരുത്.
നമ്മൾ ഇങ്ങും യാത്ര ചെയ്യേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ സൂമിൽ ഇരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയാൽ നമ്മൾ ഇരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. കർത്തൃദാസനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും മനോഹരമായ परमेश्वर के अति पवित्र नाम महिमा होने पाए. അനുഗ്രഹവും മനോഹരമായ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ കൂടുവാൻ കർത്താവ് ഒരുക്കിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. आशीष भरे इस उपवास प्रार्थना के दूसरे दिन हमें भी यहाँ पर इकट्ठा होने के लिए प्रभु ने सहायता किया, इसलिए मैं प्रभु को धन्यवाद करना चाहता हूँ. രാത്രി സൂമിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. और मुझे मेरी आवाज को सुनने वाले सभी लोगों को शाम का वंदन देना चाहता हूँ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. और आज रात के लिए परमेश्वर की आत्मा ने दिया हुआ एक संदेश मैं आपके साथ शेयर करना चाहता हूँ. അതിന് സന്ധ്യയെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് പരിശുദ്ധാത്മാവ് എന്നിൽ ഏൽപ്പിച്ച വചനം. और आज रात के समय के लिए मुझे दिया हुआ वचन यूहन्ना का सुसमाचार 8 अध्याय उसका 29 वचन. कोई मलयालम में और हिंदी में पढ़े तो अच्छा होगा. എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. मेरा भेजने वाला मेरे साथ है. उसने मुझे अकेला नहीं छोड़ा, क्योंकि मैं सर्वदा वही काम करता हूँ जिससे वो प्रसन्न होता है. യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ നേരത്ത് യോനാ का सुसमाचार पढ़ते वक्त മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന സുവിശേഷങ്ങൾക്ക് ഒരു വ്യത്യസ്ത സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. मत्ती, मरकुस और लूकोस का सुसमाचार से अधिक अलग है यूहन्ना का सुसमाचार. യേശുവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞ യേശുവിന്റെ അടിമ ശിഷ്യനായ യോഹന്നാൻ यीशु मसीह का हृदय की धड़कन को पहचाना हुआ यीशु मसीह का एक करीबी चेला है यूहन्ना. ക്രിസ്തു ആരാണെന്ന് പൂർണ്ണമായി വെളിപ്പെടുത്തിയ ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്. यीशु मसीह कौन है करके व्यक्त किया हुआ एक चेला है यूहन्ना. അത് അവിടെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. और हम ये पढ़ते वक्त हमें समझ में आता है मैं संसार का ज्योति हूँ कहा. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. और मैं एक दाखलता हूँ कहा. ഞാൻ ജീവന്റെ അപ്പമാണ്. मैं जीवन की रोटी हूँ कहा. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. यीशु ने कहा कि मैं मार्ग, सत्य और जीवन हूँ. ഞാൻ എന്ന പദത്തിൽ അതിൽ ആറിൽ പരം പ്രാവശ്യം ഉദ്ധരിക്കുന്ന കാണുവാനിടയായി തോന്നി. और मैं करके कई बार जो है यूहन्ना का सुसमाचार में बताया गया है. ഈ സുവിശേഷത്തിന്റെ പരമപ്രത്യേകത മനസ്സിലാകുമ്പോ और ये सुसमाचार का कुछ खासियत बताना चाहता हूँ. ക്രിസ്തു അല്ലെങ്കിൽ ദൈവം ആരാണെന്ന് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയ ഒരു സുവിശേഷമായിട്ട് അതിനെ കാണാൻ കഴിയുന്നത്. और ये सुसमाचार मसीह कौन है ये व्यक्त किया हुआ एक पुस्तक है. 8-ാം അധ്യായം 29-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 8वां अध्याय का 29 वचन हमने यहाँ पर पढ़ा है. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. मेरा भेजने वाला मेरे साथ है. ഞാൻ എല്ലാ ഇപ്പോഴും അവന് പ്രസാദമുള്ള കാര്യം ചെയ്തതുകൊണ്ട് എന്നെ അവൻ ഏകനായി വിട്ട് അയക്കുന്നില്ല എന്ന് പറഞ്ഞു. क्योंकि मैं हमेशा उसको जो प्रसन्न है वही करता हूँ, इसीलिए वो मुझे कभी अकेला नहीं छोड़ेगा. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് मैं आज रात को आपसे ये बताना चाहता हूँ. ദൈവത്തെ ഒരു മനുഷ്യൻ പ്രസാദിപ്പിച്ചാൽ മനുഷ്യന് ഭൂമിയിൽ എന്തെല്ലാം ലഭിക്കും? अगर हम मनुष्य परमेश्वर को प्रसन्न करते हैं तो इस पृथ्वी में हमें क्या क्या मिल सकता है. നാം മനുഷ്യനെ പ്രസാദിപ്പിക്കുമ്പോൾ മനുഷ്യൻ നമുക്ക് താങ്ക്സ് പറയാറുണ്ട്. जब हम मनुष्य को प्रसन्न करते हैं मनुष्य हमें धन्यवाद कहते हैं. അല്ലെങ്കിൽ അവരുടെ ആ സ്നേഹ പ്രകടനങ്ങൾ അവർ പ്രകടിപ്പിക്കാറുണ്ട്. नहीं तो उनका प्रेम जो है वो जाहिर करते हैं. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച अगर ऐसा है तो इस पृथ्वी और इस पृथ्वी को बनाने वाला ആ ദൈവത്തെ മനുഷ്യൻ പ്രസാദിപ്പിക്കുമ്പോൾ മനുഷ്യൻ എന്തെല്ലാം ലഭിക്കും? वो परमेश्वर को यदि मनुष्य प्रसन्न करे तो परमेश्वर हमें क्या देंगे. ഒന്നാമത്തെ ഇങ്ങനെയാണ് ദൈവം പറയുന്നത്. परमेश्वर का वचन कहता है सबसे पहले ലൂക്കോസ് 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു.
लूका का सुसमाचार इसका 2 अध्याय और 14 वचन में इस समान कहा है, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, और परमेश्वर की महिमा ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. पृथ्वी पर उन मनुष्यों में जिनसे वो प्रसन्न है शांति हो. അപ്പൊ ഇവിടെ ഈ കാലം നമ്മൾ ദൈവവചനം പഠിക്കാൻ നേരത്ത് മനുഷ്യന് ഏറ്റവും അധികമായി വേണ്ടത്, और जब हम वचन पढ़ते हैं हम यहाँ पर देखते हैं कि मनुष्य को सबसे ज्यादा क्या चाहिए. ഏറ്റവും അധികമായി വേണ്ട സമാധാനമാണ്. मनुष्य को सबसे अधिक चाहिए शांति. ഇന്ന് മനുഷ്യൻ തിരയുന്നതും സമാധാനത്തിന് വേണ്ടിയാണ്. और मनुष्य आज ढूंढता है शांति को. അത് വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. और कोई मनुष्य शांति नहीं दे सकता है. മനുഷ്യർ കണ്ടെത്തുന്നതെല്ലാം അല്പകാലം കൊണ്ട് തീർന്നു പോകുന്ന ഒന്നാണ്. मनुष्य जो ढूंढता है वो कुछ ही समय के लिए है. മക്കൾ നിമിത്തം, अपने संतानों के निमित्त, അല്ലെങ്കിൽ കുടുംബ ജീവിത നിമിത്തം, परिवार के निमित्त, ജോലി സ്ഥലങ്ങളിൽ, नौकरियों की जगह में, പല മേഖലകളിൽ മനുഷ്യർ അസ്വസ്ഥത കൊണ്ട് നിറയുകയാണ്. और कई ऐसे क्षेत्र में मनुष्य जो है बेचैन रहते हैं. എപ്പോഴും ഒരു ചോദിക്കാറുണ്ട്, ഞങ്ങൾ എങ്ങനെ സമാധാനം കണ്ടെത്താൻ കഴിയും? और हमेशा ये सवाल करते हैं कि हमें शांति कैसे मिलेगी. ഇവിടെ ഒന്ന് പറഞ്ഞൊരു കാര്യം, മനുഷ്യനിൽ ദൈവം പ്രസാദിപ്പിച്ചാൽ ഒന്ന് ലഭിക്കാൻ പോകുന്ന മനുഷ്യന് സമാധാനമാണ്. और ये वचन के आधार पर यदि हम परमेश्वर को प्रसन्न करेंगे तो क्या मिलेगा? हमें शांति मिलेगी. 4 സങ്കീർത്തനം 8 വാക്യത്തിൽ പറയുന്ന, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും യഹോവേ നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. और भजन संहिता जो है 4 अध्याय उसका 8वां वचन में लिखा है कि मैं शांति से लेट जाऊंगा और सो जाऊंगा क्योंकि हे यहोवा केवल तू ही मुझे एकांत में निश्चित रहने देता है. സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൽ മാത്രമേ സമാധാനം ഉണ്ടാകാൻ കഴിയത്തുള്ളൂ. यदि शांति की चाह रखते हो तो केवल परमेश्वर ही उसे दे सकता है. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിത രീതികളിലും പ്രവൃത്തികളിലും നമ്മൾ ഉണ്ടാകേണ്ടത് മനുഷ്യനേക്കാൾ അപ്പുറത്ത് നമ്മുടെ വാക്കുകളിൽ പ്രവൃത്തികളിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകണം. और इसलिए हमें क्या करना चाहिए? हमारे कार्यों में, हमारे हर एक बातों में मनुष्य से ज्यादा परमेश्वर को प्रसन्न करना चाहिए. हमारे बातों से हम जो भी काम करते उसके द्वारा हमें परमेश्वर को प्रसन्न करना चाहिए. ദൈവം നമ്മളിൽ പ്രസാദിച്ചാൽ അടുത്ത ദൈവം മനുഷ്യന് കൊടുക്കാൻ പോകുന്ന ഒന്നാണ് സമാധാനം. यदि परमेश्वर हम पर प्रसन्न हुए तो परमेश्वर हमें क्या देता है? वो है शांति. അവിടെ ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്നവർ, आज रात को मुझे सुनने वाले, സമാധാനമില്ലാതെ സമാധാനത്തിന് വേണ്ടി അലയുന്ന വ്യക്തികളാണെങ്കിൽ, यदि आप शांति को ढूंढने वाले व्यक्ति है तो കഴിഞ്ഞ നാളുകളിൽ പലവിധ മേഖലകളിൽ സമാധാനം അസമാധാനം കൊണ്ട് നിറയുന്നവരാണെങ്കിൽ, यदि पिछले दिनों में आप बेचैन और अशांत रहे हैं तो ഇന്ന് രാത്രി നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. आज रात को आपको शांति देने वाला एक परमेश्वर है. എല്ലാ ജീവിത രീതികളിലും സമാധാനം തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. जीवन के हर क्षेत्र में हमें शांति देने के लिए एक जीवित परमेश्वर है. ഇന്ന് രാത്രി സൂമിലിനെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നു, और इस जूम में मुझे सुनने वाले सबों से परमेश्वर की आत्मा द्वारा मैं बताना चाहता हूँ, ചില നാളുകളായ അസമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ചിലരെ വിട്ടുമാറുന്നതായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു. और परमेश्वर की आत्मा बता रही है कुछ समय से अंधकार की शक्ति किसी व्यक्तियों को यहाँ पर जकेड़ कर रखा है. आज रात परमेश्वर उसे छुटकारा देंगे. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ അവരാണ് അസമാധാനം ഉണ്ടാക്കുന്നത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പരാതി പറയുമ്പോൾ हम कई बार शिकायत करते हैं कि दूसरे व्यक्ति जो है हमें अशांत कर रहे, बेचैन कर रहे. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, परमेश्वर का वचन हमें ये बताता है, ദൈവം ഒരു മനുഷ്യനിൽ പ്രസാദിച്ചാൽ അവന് ദൈവം ഒന്നാമത് കൊടുക്കാമെന്ന സമാധാനമാണ്. यदि परमेश्वर किसी व्यक्ति से प्रसन्न होते हैं तो सबसे पहला उसे शांति देता है. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണമേ, आज रात को आप ध्यान दे. കഴിഞ്ഞ ചില ദിവസങ്ങളായി നിങ്ങൾ അസമാധാനം കൊണ്ട് നിറയുന്ന വ്യക്തികളാണെങ്കിൽ, यदि पिछले कई दिनों से आप अशांति में है तो അസമാധാനത്തിന് വ്യക്തികളാ കാരണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, यदि आप सोच रहे कि उसके पीछे का वजह कोई मनुष्य है तो ഇന്ന കാരണത്താൽ എനിക്ക് സമാധാനം നിങ്ങൾ തരുന്നില്ലെന്ന് വിചാരിച്ചാൽ, यदि आप सोच रहे कि इस कारण से आप मुझे शांति नहीं दे रहे, മക്കളായിക്കോട്ടെ, वो आपका संतान हो सकता है, ഭർത്താവ് ആയിക്കൊള്ളട്ടെ, पति हो सकता है, ഭാര്യ ആയിക്കൊള്ളട്ടെ,
पत्नी हो सकती है, നിങ്ങൾ ജോലി സ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ, आपके नौकरी की जगह में हो सकता है। ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിന്റെ ആരാധനയും പ്രാർത്ഥനയും ദൈവത്തിന് പ്രസാദിച്ചാൽ, यदि आज रात का आपके जीवन का आराधना और प्रार्थना में परमेश्वर प्रसन्न होते हैं, तो ആ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന സമാധാനമാണ്. वो परमेश्वर आपको देने वाला है शांति। ആ സമാധാനം ആർക്കും എടുക്കാൻ കഴിയത്തില്ല, എടുത്തു മാറ്റാൻ കഴിയത്തില്ല. और वो शांति कोई भी आपसे छीन नहीं सकता है। ഇന്ന് രാത്രി ആർക്ക് ഈ സമാധാനം വേണം? और कितने लोग आज इस शांति को चाहते हैं? ആർക്ക് ഈ സന്തോഷം വേണം? किसको ये आनंद चाहिए? ലോകം തരുന്ന സമാധാനമല്ല, ദൈവം തരുന്ന നിത്യ സമാധാനമാണ്. संसार जो शांति देता है वो नहीं है शांति, परमेश्वर का शांति अटल रहता है। ഈ സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്. और ये शांति मिलने के लिए क्या करना है? वचन ये कहता है 119 സങ്കീർത്തനം 165 വാക്യത്തിൽ, भजन संहिता है 119 उसका 165 इस प्रकार कहता है, നിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയപ്പെടുന്നവർക്ക് ദൈവസമാധാനം ലഭിക്കും. और परमेश्वर की व्यवस्था पर प्रसन्न रखने वालों को जो है परमेश्वर शांति देता है। ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് പ്രിയപ്പെടുന്നവന് ദൈവസമാധാനം നൽകും. परमेश्वर की व्यवस्था से प्रीति रखने वालों को परमेश्वर बड़ी शांति देता है। അപ്പൊ നമുക്ക് ഇന്ന് പകൽക്ക് ഈ രാത്രി സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവമാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് പ്രീതിപ്പെടണം. यदि शांति की तलाश में आप है तो परमेश्वर का वचन कहता है कि उसके व्यवस्था से प्रीति रखो, आपको शांति मिलेगा। മത്തായി സുവിശേഷം 5-9 വാക്യം വായിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന. और मत्ती का सुसमाचार 5 अध्याय उसका 9वां वचन में इस समान लिखा है कि जो मेल मिलाप करते वो परमेश्वर के पुत्र कहलाएंगे। അപ്പൊ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും അധികം മനുഷ്യന് വേണ്ടത് സമ്പത്തിനേക്കാൾ അപ്പുറത്ത് സമാധാനമാണ്. और इस पृथ्वी में मनुष्य को धन से भी अधिक चाहिए शांति। അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും മനുഷ്യനല്ല പ്രീതിപ്പെടേണ്ടത്, ദൈവത്തിന് പ്രസാദം ഉണ്ടാകും. और उसके लिए हमें क्या करना है? हमारा आराधना, हमारे प्रार्थना मनुष्य को प्रसन्न करने के लिए नहीं, परमेश्वर को प्रसन्न करने के लिए करना चाहिए। രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. और दूसरी बात की ओर मैं बढ़ना चाहता हूँ। സമാധാനം അടുത്ത് കാണുന്നത് നമ്മുടെ और शांति को हम कहाँ पर देखते हैं? 37 സങ്കീർത്തനം 23 വാക്യത്തിൽ, Psalms 37 उसका 23 वर्स। ഒന്ന് വായിക്കണമേ. कोई मलयालम और हिंदी में कृपया करके पढ़े। Psalms 37:23। मनुष्य की गति यहोवा की ओर से दृढ़ होती है और उसके चलन से वो प्रसन्न रहता है। कोई मलयालम में पढ़े। ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. രണ്ട്, ഒരു വഴിയിൽ യഹോവയ്ക്ക്, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം എന്ത് ചെയ്യും? ഉറപ്പിക്കും. यहाँ पर वचन कहता है कि यदि परमेश्वर यहोवा को किसी व्यक्ति की गति से प्रसन्न होता है तो परमेश्वर उसे जो है आशीष करता है। ദൈവം ഒരു മനുഷ്യനെ ഒരു ദേശത്ത്, ഒരു ജില്ലയിൽ, ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഉറപ്പിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും ആ മനുഷ്യനെ അവിടെ നിന്ന് എടുത്തു കളയാനായിട്ട് കഴിയത്തില്ല. अगर परमेश्वर किसी व्यक्ति को किसी शहर, गांव में या फिर जिला में स्थिर रखने को चाहता है तो कोई भी उसे रोक नहीं सकता। അപ്പൊ നമ്മുടെ വഴിയിൽ അടുത്ത ദൈവം പ്രസാദിച്ചാൽ അടുത്തൊരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് അവനെ ദൈവം ഉറപ്പിക്കുമെന്ന. और यदि हम परमेश्वर के मार्ग में चलते, हमारे मार्ग से परमेश्वर को प्रसन्न होता है तो प्रभु हमें स्थिर करेगा करके वचन कहता है। അത് ദൈവം നിങ്ങൾക്ക് ജോലി ആയിക്കൊള്ളട്ടെ, वो हमारी नौकरी हो सकती है, ദൈവം നിങ്ങൾക്ക് ഒരു ജോലിയിലെ പൊസിഷൻ ആയിക്കൊള്ളട്ടെ, किसी नौकरी का पोजीशन हो सकता है, അത് നിങ്ങളെ ഒരു ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, और किसी नौकरी के कारण आप कोई देश में गए तो वहां पर ये कार्य हो सकता है। ദൈവം നിങ്ങളെ ഉറപ്പിച്ചാൽ അത് അടർത്തുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. यदि यहोवा परमेश्वर आपको दृढ़ करे तो आपको कोई भी हिला नहीं सकता। ദൈവം നിങ്ങൾക്ക് ഒരു കൃപ പകർന്നാൽ അത് അടുത്ത് കളയാൻ ആർക്കും കഴിയത്തില്ല.
यदि परमेश्वर ने आपको अनुग्रह किया तो कोई भी उसे आपसे छीन नहीं सकता। അത് ദൈവം നിങ്ങൾക്ക് തന്നെ ജോലിയായാലും ആർക്കും അതിനെ എടുത്തു കളയാനായിട്ട് കഴിയത്തില്ല. यदि नौकरी है तो कोई भी आपसे वो नौकरी छीन नहीं सकता। ദൈവം തരുന്നതിൽ നിന്ന് ദൈവം വളർത്തിക്കൊണ്ടേയിരിക്കും. परमेश्वर जो हमें देता है उसमें परमेश्वर हमें बढ़ाता भी है। പലപ്പോഴും നമ്മുടെ വഴികളിൽ ആർക്ക് പ്രസാദമാകുന്നില്ല. और हमारे मार्ग में किसको प्रसन्न करना चाहिए। അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചേ, നമ്മുടെ വഴിയാത്രയിൽ നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ പ്രവൃത്തികളിലൊക്കെ ആർക്ക് പ്രസാദം തോന്നിയിട്ടില്ല. और हमें ये जरा जांचना चाहिए कि क्या हमारे मार्ग में, हमारे सोच विचार में परमेश्वर को प्रसन्नता हुआ है या नहीं। നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. हमारा परमेश्वर यदि वायदा किया तो मुकरता नहीं है। മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും കഴിയുമെന്ന. मनुष्य से जो असंभव है परमेश्वर से वो संभव है। യഹോവയ്ക്ക് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? और वचन पूछता है कि क्या यहोवा से कुछ भी बात कठिन है। സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തെ സേവിക്കുന്നവരെ, हम ऐसे परमेश्वर को सेवा करते हैं जो कहता है कि स्वर्ग मेरा सिंहासन, पृथ्वी चरणों की चौकी है। ശത്രു നിങ്ങളുടെ ചില വഴികളിലും നിങ്ങളുടെ ജീവിതത്തിലും ജോലി മേഖലയിലൊക്കെ നിങ്ങളെ അവിടെ നിന്നൊക്കെ അടർത്തിക്കളയാൻ ശ്രമിക്കുമ്പോ, और शत्रु आपके जीवन में, आपके नौकरी के स्थानों में और जीवन के कई क्षेत्रों में अगर हिलाने को देखे तो അത് നിങ്ങളുടെ ജീവിത രീതികളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ അല്ല നമ്മൾ നമ്മുടെ യാത്രകളിൽ ദൈവത്തിന് ഇഷ്ടം തോന്നുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. तो हमें अपने आप को जांचना है कि क्या हम मनुष्य को प्रसन्न कर रहे हैं, क्या मेरे मार्ग से, सोच से, बातों से परमेश्वर को प्रसन्न कर रहा हूं या नहीं। ഇന്ന് രാത്രി അതിനെ ശ്രദ്ധിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഇങ്ങനെ ഒരു ആലോചന പറയുന്നു. और ये वचन बताते समय परमेश्वर की आत्मा मुझसे कह रही है, നിങ്ങളുടെ വഴി തടയുന്ന ചില അനുഭവങ്ങൾ, किसी व्यक्तियों का जो मार्ग में रुकावटें है, ചിലരുടെ പുരോഗമനങ്ങളെ തടയുന്ന ചില അവസ്ഥകൾ, ഒന്നുകൂടെ പറയണേ പാസ്റ്റർ, മിസ്സായി। ചിലരുടെ ഉയർച്ചയെ തടയുന്ന ചില അനുഭവങ്ങൾ, और किसी का ऊंचाई, बढ़ोतरी जो है उसमें रुकावटें देख रहा हूँ। ചില തലമുറകളുടെ വിദ്യാഭ്യാസം തടയുന്ന ചില അവസ്ഥകൾ, और संतानों का पढ़ाई में कुछ रुकावटें, ചിലരുടെ ഭാവി തടയുന്ന ചില അനുഭവങ്ങൾ. किसी का भविष्य में कुछ रुकावटें। ഇന്ന് രാത്രി ഉപവാസപ്രാർത്ഥന രണ്ടാമത്തെ രാത്രി ചില ബന്ധനങ്ങൾ ചില തടിയാൻ പോവുക. और इस उपवास प्रार्थना के दूसरे दिन परमेश्वर कुछ बंधनों को जो है तोड़ रहा है। ദൈവം നിർത്തിയ സ്ഥലത്ത് നിന്നെ വളർത്തുകയാലും നിന്നോട് വാദിക്കുന്ന ചില വാദഗതികൾ, और आपके बढ़ोतरी के विरोध में ललकारने वाला जो शत्रु की योजनाएं हैं, ദൈവം നടത്തുന്ന വഴികൾ നിന്നെ തകർക്കാൻ ചില പതിയിരിക്കുന്ന ചില ശക്തികൾ, और आपके मार्ग में छुपा हुआ कुछ शक्तियां, ഇന്ന് രാത്രി ചിലരുടെ വഴിയാത്ര തടയുന്ന ചില മേഖലകൾ അഴിഞ്ഞു മാറുന്നു എന്ന് ആത്മാവ് ദൂത് കൈമാറുകയാണ്. परमेश्वर की आत्मा कह रही है कि आपके मार्ग में रुकावट डालने वाला शक्ति प्रभु जो है दूर कर रहा है। ആകാശത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, आकाश और पृथ्वी का अधिकारी यीशु प्रभु के नाम से, വാഗ്ദത്തമുള്ള ജനത്തിന്റെ വഴി തടയുന്ന ഇരുട്ടിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ജനത്തെ വിട്ട് പുറത്തു മാറാൻ കൽപ്പിക്കുകയാണ്. और जिन्हें वायदा है परमेश्वर का, प्रतिज्ञा पाया हुआ परमेश्वर के जन के विरोध रुकावट डालने वाली शक्तियां यीशु के नाम से दूर होने पाए। മോശ ഇസ്രായേൽ ജനവുമായി മുന്നോട്ട് കടന്നു പോകുമ്പോ, जब मूसा इस्राएल लोगों के साथ आगे बढ़ा ചെങ്കടലിന്റെ നടുവിൽ കടന്നു വന്ന് और लाल समुद्र के करीब आए, മുൻപ് വഴിയില്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കാനിടയായി തീർന്നു. आगे मार्ग नहीं है, मुझे अभी क्या करना है, परमेश्वर से पूछा। മോശയോട് ദൈവം പറഞ്ഞു ജനത്തോട് മുന്നോട്ട് പോകാനായിട്ട്. और परमेश्वर ने मूसा से कहा कि लोगों से कहे कि आगे बढ़। ദൈവശബ്ദം കേട്ടിറങ്ങുന്നവർ, परमेश्वर की आवाज को सुनकर निकलने वाले, ദൈവത്തെ വിശ്വസിക്കുന്നവർ, परमेश्वर पर भरोसा रखने वाले, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ, परमेश्वर से प्रार्थना करने वाले, വഴി അടയുന്ന ദൈവമല്ല, വഴി തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. मार्ग को बंद करने वाला नहीं, मार्ग को खोलने वाला परमेश्वर है हमारा। എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? कितने लोग ये विश्वास करते हैं? എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? कितने लोग ये विश्वास करते हैं? ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറയാ, ചിലർക്ക് വേണ്ടി ഞാൻ പുതിയ ഒരു വഴി തുറക്കാൻ പോവാ. और परमेश्वर की आत्मा मुझसे कह रही है कि कुछ लोगों के लिए मैं नया मार्ग खोलने पर हूँ। ചിലർ ജീവിത യാത്രയ്ക്ക് പുതിയൊരു വഴി ദൈവം തുറക്കാൻ പോവുകയാ. और कई लोगों के जीवन के सफर में मैं एक नया मार्ग को खोलने वाला हूँ।
അടഞ്ഞു വന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി ഇരിക്കുന്നെങ്കിൽ, और बंद हुआ द्वार के सामने मैं अभी क्या करूं ऐसे पूछने वाले कई लोग हैं। പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ ഉള്ളംകാരി യോർദാനിൽ പതിച്ചപ്പം യോർദാൻ പുറകോട്ട് പോയതുപോലെ, और जैसे हम देखते कि वेदी को ले चले जो याजक लोगों का पैर जब यर्दन की पानी में पहुंचा तो वो पानी जो है दो भाग हो गया। എന്ന് പറഞ്ഞു ദൈവജനത്തിന് വേണ്ടി ചില വാതിലുകൾ, ചില അടയപ്പെട്ട ചില തുറന്ന് ചിലത് പുറകോട്ട് മാറാൻ പോകുക. और उसी समान बंद हुआ कुछ चीज जो है पीछे की ओर जाने वाला है। ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പദമാണ് ഒരു വഴി. അവന്റെ യഹോവ, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരപ്പെടുത്തുമെന്ന്. दूसरा बात मैंने जो कहा वो ये है कि मनुष्य की गति पर यदि परमेश्वर प्रसन्न होता है तो वो उसके मार्ग को दृढ़ करता है, उसको दृढ़ करता है। ഇന്ന് രാത്രി ദൈവശബ്ദത്തിന് മുമ്പിൽ ഇരിക്കുന്നവരാണെങ്കിൽ, यदि आप परमेश्वर की आवाज को सुनते हुए चलते हो, നിങ്ങളെ ദൈവം ഒരു രാജ്യത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ, यदि परमेश्वर ने तुम्हें किसी राज्य में भेजा है तो, നിങ്ങളെ ഒരു ദേശത്ത് ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ, यदि किसी देश में परमेश्वर ने आपको भेजा है तो, നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ ഇവിടെ ഉറപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, यदि परमेश्वर ने आपसे कहा है कि मैं तुझे यहाँ पर स्थिर करूंगा, ആ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഉറപ്പിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. और वो परमेश्वर की आत्मा कह रही है कि वही परमेश्वर आपको ये दिनों में वहां पर स्थिर करेंगे। അബ്രഹാമിനോട് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തയോടെ നിവർത്തിച്ചതുപോലെ, और जैसे अब्राहम से वायदा किया हुआ परमेश्वर ने उसे पूरा भी किया, അതുപോലെ നിങ്ങളോട് ദൈവം വാക്ക് പറഞ്ഞവൻ മാറാത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. वही परमेश्वर जो बात से मुकरता नहीं है आपके जीवन में भी वायदों को पूरा करेगा। രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ സ്ഥിരത ഉണ്ടാകും, അവൻ ഉറപ്പിക്കും. और परमेश्वर किसी व्यक्ति के मार्ग से यदि प्रसन्न होता है तो उसको स्थिर करता है। ഞാൻ ഈ രാത്രി ഞാൻ ദൈവത്തിന്റെ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ, और मैं जब ये वचन बांटते वक्त, ഇന്ന് രാത്രി നിങ്ങൾ ശ്രവിക്കേണ്ടത് മനുഷ്യന്റെ വാക്കല്ല, ദൈവത്തിന്റെ ശബ്ദമാണ് ശ്രവിക്കേണ്ടത്. आज रात आप किसी मनुष्य की आवाज को नहीं परमेश्वर की आवाज पर गौर करना है। അപ്പൊ നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചു വന്നത് ദൈവപ്രസാദം എന്നുള്ള വിഷയമാണ്. आज रात हम मनन करने वाला विषय परमेश्वर की प्रसन्नता है। അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വഴിയാത്ര, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവത്തിന് എത്രമാത്രം എന്നിൽ പ്രസാദമായിട്ടുണ്ട്. तो हमें याद करना है कि पिछले दिनों में मेरा आराधना, मेरी बातें, मेरा चाल चलन कितना परमेश्वर को प्रसन्न किया। ആരൊക്കെ വ്യക്തികൾക്ക് നമ്മൾ പ്രസാദിച്ചാലും ഒരിക്കലും ദൈവാനുഗ്രഹം ഉണ്ടാകാൻ കഴിയത്തില്ല. किसी भी मनुष्य को हम प्रसन्न करने को देखा तो वो हम परमेश्वर को प्रसन्न नहीं कर पाएंगे। കാരണം ഇങ്ങനെയാ ദൈവത്തിന്റെ വചനം പറയുന്നത്. क्योंकि वचन कहता है, സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, സഭാപ്രസംഗി 3:13, സഭാപ്രസംഗി ഒരു മിനിറ്റ്. सबोपदेश, थैंक यू पास्टर अंकल। सबोपदेश 3:13। कोई हिंदी में अगर पढ़ेगे तो बहुत अच्छा होगा, जिसने भी निकाला है। और यह भी परमेश्वर का दान है कि मनुष्य खाए पिए और अपने सब परिश्रम में सुखी रहे। ഇവിടെ കഴിയുന്നത് മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സകല സുഖങ്ങളും ദൈവത്തിന്റെ ദാനമാണെന്ന്. और ये वचन में कहा है कि परमेश्वर इस पृथ्वी में जो कुछ भी हमें देता है वो परमेश्वर का दान है। അങ്ങനെയാണെങ്കിൽ ദാനം ദൈവത്തിന്റെ ദാനമായി ഭൂമിയിൽ ദൈവം നൽകുന്നത് ആ ദൈവത്തെ നാം പ്രസാദിപ്പിക്കുമ്പോൾ, यदि दान देने वाला परमेश्वर को हम प्रसन्न करते हैं तो, ആ ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നുമ്പോൾ, और जब वो परमेश्वर हम पर प्रेम करते, प्रसन्न होते, प्रीति रखते तो, ആ ദൈവം നമുക്ക് വേണ്ടി ദാനമായി നന്മകൾ തരികയല്ലേ? क्या वो परमेश्वर फिर हमें दान करके सारी आशीषें क्यों ना देगा? ഇതിന്റെ സകല ഉടമസ്ഥൻ സർവശക്തനായ ദൈവമാ. क्योंकि इस सब का अधिकारी हमारा परमेश्वर यहोवा है। അപ്പൊ നമ്മൾ ആരാധിക്കുന്നത് ആർക്ക് പ്രസാദമാകണം?
तो हमारा आराधना किसको प्रसन्न होना चाहिए? ദൈവത്തിന് ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ ആ മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയത്തില്ല. अगर परमेश्वर किसी व्यक्ति को प्रसन्न, परमेश्वर किसी व्यक्ति से प्रीति रखता है तो उसे कैसे आशीष करते हैं हम सोच भी नहीं सकते. വലിയവനായ ദൈവത്തിന്റെ അനുഗ്രഹം വലുതായി തന്നെ ഭവിക്കത്തുള്ളൂ. और बड़ा परमेश्वर है हमारा तो वो आशीष भी बड़ा ही देता है. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹമുണ്ട്? और आज रात को कितने लोग परमेश्वर को प्रसन्न करेंगे करके ऐसा निर्णय लेंगे? എത്ര പേർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹമുണ്ട്? और कितने लोग आग्रह करते हैं कि मुझे प्रभु को, परमेश्वर को प्रसन्न करना है. ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഉദ്യോഗനം 2:17 പറയുന്നത് ഇങ്ങനെയാണ്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തെ दूसरा यूहन्ना 2 अध्याय उसका 13 वचन में इस समान कहा है, संसार और उसकी बातें जो है नष्ट हो जाएगी. ആ വാക്യം ഒന്ന് മലയാളത്തിൽ നിന്ന് വായിച്ചേ. कोई मलयालम में वो वचन को जरा पढ़े. 2 यूहन्ना 2 अध्याय उसका 13 वचन. യോഹന്നാൻ 3:17 എന്നാൽ ഈ അതല്ല 2-ാം അധ്യായം 1 യോഹന്നാൻ 2:17. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പൊ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. और हमने पढ़ा हुआ वचन 1 यूहन्ना 2 अध्याय उसका 17 वचन है, संसार और उसकी अभिलाषाएं मिटेगी. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ അതിന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ. परमेश्वर की इच्छा पर चलने वाला सर्वदा बना रहेगा. ഞാൻ 2 കാര്യമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ഇടയായി തീർന്നത്. 2 बातें मैंने आपको याद दिलाया. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ നിങ്ങളെ അതിലേക്ക് ആ ദൈവ പ്രസാദിച്ചുള്ള ഗുണത്തെ കുറിച്ച് മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. तीसरा एक और बात मैं बताना चाहता हूँ. 1 രാജാക്കന്മാർ പുസ്തകം 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, और 1 राजा 3 अध्याय उसका 10 से 15वां वचन जब हम पढ़ेंगे, ദാവീദിന് ശേഷമായി ദാവീദിന്റെ മകനായ ശലോമോനെ ദൈവം രാജാവായി കൊണ്ടുവരുന്ന ഒരു അനുഭവം കാണുന്നത്. दावीद के पश्चात दावीद का पुत्र शलोमोन को परमेश्वर ने चुना राजा के स्थान पर बैठने. ശലോമോൻ ഒരു രാത്രി കാണുന്ന ഒരു ദർശനം അത്. और रात को सुलेमान राजा जो एक दर्शन देखता है. ശലോമോൻ ഇങ്ങനെയാണ് പറയുന്നത്, और शलोमोन इस समान कहता है, എന്റെ അപ്പന് ശേഷം നീ ഇസ്രായേലിന്റെ രാജാവായി എന്നെ നീ അഭിഷേകം ചെയ്തു. और शलोमोन कहता है कि मेरे पिता के बाद तूने मुझे राजा स्थान बैठने के लिए अभिषेक किया. അപ്പം നിന്റെ ജനത്തെ നടത്താനായിട്ട് എനിക്ക് ജ്ഞാനം വേണമെന്ന് ദൈവത്തോട് ചോദിച്ചു. और परमेश्वर से कहता है कि ये तेरी प्रजा को चलाने के लिए मुझे तेरे और से ज्ञान चाहिए. അത് ദൈവത്തിന് ഇഷ്ടം തോന്നി. और परमेश्वर को ये बहुत प्रसन्न हुआ. ദൈവം ശലോമോനോട് പറഞ്ഞത്, और परमेश्वर ने सुलेमान से कहा, നീ ശത്രു സംഹാരം എന്ന് ചോദിച്ചില്ല, तूने शत्रु का नाश नहीं पूछा, മറ്റു കുതിരപ്പടകളെ എന്നിട്ട് എന്നോട് ചോദിച്ചില്ല, और घोड़े नहीं मांगे, എന്റെ ജനത്തെ നടത്താൻ ജ്ഞാനം നീ ചോദിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് നിന്നെ പോലെ ജ്ഞാനി ഇനി ഉണ്ടാകത്തില്ല. और क्योंकि तूने बुद्धि और विवेक को मांगा तो तेरे समान ज्ञानी अभी फिर कभी नहीं होगा. അടുത്തവിടെ കാണുന്നത് എങ്ങനെയാണ്, ശലോമോൻ ചോദിക്കാത്തത് ദൈവം അവനോട് ഇത് കൊടുത്തു. और हम उसके बाद देखते कि सुलेमान राजा ने जो मांगा नहीं वो वर भी परमेश्वर ने दिया. അപ്പൊ ദൈവം ശലോമോൻ ചോദിച്ച ദൈവത്തിന് ഇഷ്ടമായപ്പോ ശലോമോന് വേണ്ടി എന്തെല്ലാം വേണമെന്ന് ദൈവത്തിന് ചെയ്യാമായിരുന്നു. और जब सुलेमान राजा से परमेश्वर प्रसन्न हुआ तो उसको जो कुछ भी चाहिए सब कुछ परमेश्वर ने उसे दे दिया. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നാം ചോദിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമായാൽ നാം എന്താകണം, നമുക്ക് എന്ത് വേണം, നമ്മൾ എന്ത് കഴിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പഠിക്കണം, നമ്മൾ എന്തായി മാറണമെന്ന് ആർക്കറിയാം? So यदि परमेश्वर हमसे प्रसन्न होते हैं तो प्रभु को पता है कि हमें क्या चाहिए, कितना चाहिए, किस स्थान में जाना है, ये सब परमेश्वर को पता है. നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവമാണ്. हमारा परमेश्वर हमारे हृदय को जानता है. ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. और वही परमेश्वर को हम सेवा करते हैं. നമ്മുടെ ദൈവമക്കളാണെങ്കിലും പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം എന്നാ നമുക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. हम परमेश्वर की संतान है लेकिन परमेश्वर की मर्जी क्या है कई बार हम समझ नहीं पाते.
വേദോസ്തം ഇങ്ങനെ പറയുന്ന ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുന്നു. वचन कहता है कि एक पापी जब उद्धार पाता है कि स्वर्ग जो है वो आनंदित करता है। ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ട്? आज रात को कितने लोग परमेश्वर को प्रसन्न करके जीना चाहते हैं? പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലും ചോദ്യങ്ങളിലും ഒന്നും ദൈവത്തിന് ഹിതമാവണ്ണം ചോദ്യമല്ലാത്തത് കൊണ്ടാ പലപ്പോഴും നമ്മൾ പല കാര്യത്തിൽ ഭാരപ്പെടുന്നു. और कई बार हम बोझ में इसलिए रहते हैं क्योंकि परमेश्वर को कैसे प्रसन्न करना हम ये जानने से पराजित होते हैं। വലിയ ദൈവത്തെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ വലിയ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ ആ വലിയ ദൈവത്തിന്റെ മക്കളായി ഭൂമി ജീവിക്കുമ്പോൾ നമ്മൾ വലിയവരായി തന്നെയല്ലേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. और जब हम बड़े परमेश्वर सर्वशक्तिमान परमेश्वर को सेवा करते हैं तो उस समान इस पृथ्वी में जीना भी पड़ेगा। നമ്മുടെ ഈ ഭൂമിയിൽ അല്പകാല ജീവിതം हम इस पृथ्वी में कुछ साल ही जीने वाले हैं। അല്പകാല ജീവിതം നമുക്ക് മനുഷ്യനെ അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കണം. क्षण भर का इस पृथ्वी में हमारा जीवन मनुष्य को प्रसन्न करने में व्यर्थ ना करे, परमेश्वर को प्रसन्न करने में जिए। പലതിലും ദൈവത്തിന് ഹിതമല്ലാതെ വരുന്നത് കൊണ്ടാ പലപ്പോഴും പല കാര്യത്തിൽ നമ്മൾ വ്യാകുലപ്പെടുവാനിടയാകുന്നത്. कई बार हमारे जीवन में हम परमेश्वर जो भी हम करते वो परमेश्वर हम उससे प्रसन्न नहीं होता, इसलिए हम कई बार बोझ और निराशा में रहते हैं। കഴിഞ്ഞ കാലം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവായ സർവശക്തനായ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? पिछले काल में आप सोचिए कि कितने बार हम परमेश्वर को प्रसन्न करके जी पाए हैं। ഇന്ന് രാത്രി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ यदि पढ़ाई करने वाले बच्चे मुझे सुन रहे हैं तो ജ്ഞാനം കുറവുള്ളവരായി എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ यदि किसी को ज्ञान या बुद्धि की कमी है तो ഔദാരികമായി ജ്ഞാനം നൽകുന്ന സർവശക്തനായ ദൈവം मुफ्त में देने वाला हमारा सर्वशक्तिमान परमेश्वर സലോമോന് വേണ്ടി ജ്ഞാനം നൽകിയതുപോലെ തലമുറയ്ക്ക് വേണ്ടി ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കേണ്ടതിന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് ദൂത് കൈമാറുകയാണ്. और मैं आत्मा में कहना चाहता हूँ जो परमेश्वर सुलेमान को ज्ञानी बनाया वो तुम्हें भी बना सकता है। സലോമോനെ പോലെ ജ്ഞാനിയില്ലായിരുന്നു. सुलेमान के समान कोई भी ज्ञानी नहीं रहा। സലോമോൻ പണിത ആലയങ്ങളും അവന്റെ ആലയത്തിന്റെ അകത്ത് നിൽക്കുന്ന അകമ്പടി നായകന്മാരെയും കണ്ടിട്ട് और सुलेमान राजा ने जैसा मंदिर बनाया और मंदिर में जितने लोग थे മറ്റുള്ള സേവാരാജ്ഞിമാർ അവനെ പുകഴ്ത്തിപ്പാടുകയായിരുന്നു. ഇത് ജ്ഞാനം എവിടുന്നാണ്? और इसका बनावट और उसके कार्यों को देखकर दूसरे राजनी लोग जो है उसकी प्रशंसा कर रहे थे। അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായാൽ നമുക്ക് സമ്പന്നനാക്കി ദൈവം മാറ്റും. और यदि हम इस समान परमेश्वर को प्रसन्न कर पाएंगे तो परमेश्वर हमें संपन्न करेंगे। അപ്പൊ നമ്മുടെ ചോദ്യം രണ്ടാമത്തെ പറഞ്ഞത് ദൈവം നമ്മളെ പ്രസാദിച്ചാൽ നമ്മളെ ദൈവം ഉയർത്തും. दूसरा, यदि परमेश्वर हम पर प्रसन्न होते हैं तो परमेश्वर हमें ऊंचा करेंगे, ദൈവം നമ്മളെ വളർത്തും, हमें बढ़ाएंगे, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും, हमारे संतान बढ़ेंगे നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും, और हम बढ़ते ही रहेंगे। നമ്മുടെ ജീവിത രീതികൾക്ക് മാറ്റം വരും, हमारे जीवन की शैली में बदलावट आएगा, നമ്മുടേതായ ഭാഗികമായ സാമ്പത്തിക നിലവാരത്തിന് മാറ്റം വരും. हमारे जो भौतिक स्थितियों में बदलावट आएगा। ഞാൻ പറഞ്ഞ കേവലം അല്പകാലം ഈ ഭൂമി ജീവിക്കുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്ന കാരണം. और मैं जो बता रहा हूँ क्षण भर का इस पृथ्वी का विषय में नहीं है। പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിന് ഹിതമല്ലാത്ത വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിൽ നമ്മൾ വേദനിക്കുന്ന വരുന്നത്. हम कई बार इसलिए दर्द में रहते क्योंकि हम जो कुछ भी करते उसमें परमेश्वर का प्रसन्न नहीं होता। ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുവോ? आज रात को जरा सोचिए, क्या हम अपने संतानों को दर्द में देखना चाहते हैं? നമ്മൾ സ്വന്തമായി നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ വേദനിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുമോ? क्या हम अपने बच्चों को दर्द जानबूझ के देंगे? നമ്മൾ കഷ്ടത അനുഭവിച്ചാലും यदि हम खुद आंसुओं में रहे तो भी, നമുക്ക് വേദന ഉണ്ടായാലും हमें दर्द हुआ तो भी, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാകില്ലെന്നോ? हम हमेशा यही चाहेंगे कि हमारे संतानों को, हमारे बच्चों को कभी भी दर्द ना हो। അതുകൊണ്ടാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നത്, നമ്മൾ നല്ല നിലവാരത്തിൽ വരാൻ നമ്മൾ കഷ്ടപ്പെടുന്നത്. इसलिए हम कष्ट उठाते ताकि हमारे संतानों को वो कष्ट उठाना ना पड़े। അങ്ങനെയാണെങ്കിൽ നാം ആരാധിക്കുന്ന സർവശക്തനായ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ നിത്യമായ ഒരു അടിമത്തത്തിനോ കണ്ണുനീരിനോ അയച്ചു കൈവിട്ടു കൊടുക്കുന്ന ദൈവമാണോ? और यदि मनुष्य होकर हम ये सोचते हैं तो हमारा सर्वशक्तिमान परमेश्वर क्या हमें दर्द में देखने के लिए, गुलामी में देखने के लिए पसंद करता है या नहीं? आप ही सोचिए।
ഞാൻ പറഞ്ഞു വന്ന 3 കാര്യമാണ് പറഞ്ഞത് നിങ്ങളോട്. मैंने 3 बातें आपसे कहा। ഒന്ന് സമാധാനം ലഭിക്കും, सबसे पहला शांति मिलेगा, 2 സ്ഥിരത ഉണ്ടാകും, दूसरा स्थिरता मिलेगा, 3 ഞാൻ പറഞ്ഞു വന്നത് ശലോമോനെ ദൈവം ജ്ഞാനിയാക്കി. അവൻ ചോദിക്കാത്ത അനുഗ്രഹം കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. और तीसरी बात सुलेमान राजा को परमेश्वर ने ज्ञानी बनाया, जो मांगा नहीं वो वर भी दिया। അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ രാത്രി ചോദിക്കും, എനിക്കത് അനുഭവിക്കാൻ പറ്റുമോ? तो आपका सवाल ये होगा कि क्या मैं ये आशीष पा सकता हूँ या नहीं? എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റും. और उसका जवाब है कि सभी लोग ये आशीष पा सकते हैं। എന്തുകൊണ്ട് നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല? तो फिर ये आशीष हम क्यों नहीं पा रहे हैं? എന്തുകൊണ്ട് എനിക്ക് അനുഗ്രഹത്തിൽ എത്താൻ കഴിയുന്നില്ല? क्यों हम इस आशीष भरे अनुभव में पहुंच नहीं पा रहे? എന്തുകൊണ്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല? क्यों मैं परमेश्वर को प्रसन्न करने में पराजय हो गया? എന്തുകൊണ്ട് എന്റെ ആരാധനകളിൽ ദൈവപ്രസാദം ഉണ്ടാകുന്നില്ല? और क्यों मेरी आराधनाओं में परमेश्वर प्रसन्न नहीं रहता? റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അതിന് വ്യക്തമായ ഒരു മറുപടി പറയുന്നുണ്ട്. रोमियो का किताब 8 अध्याय में पौलुस जो है उसका जवाब देता है। ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. शारीरिक स्वभाव जिनको है वो परमेश्वर को प्रसन्न नहीं कर सकते। ജഡത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഗലാത്യ ലേഖനം 15, 16, 17 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. और शारीरिक स्वभाव के विषय में गलातियों का किताब 5 का 15-16 में कहा गया है। കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, പക, ഈർച്ച, പിണക്കം എന്നീ കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നു. और वहां पर बहुत सारे विषय में पौलुस ने कहा है कि गंदे काम, व्यभिचार, मूर्ति पूजा, टोना, ईर्ष्या, क्रोध, विरोध, ये सब। അങ്ങനെ ഉള്ളവർക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. और ऐसे स्वभाव वाले परमेश्वर को, നമ്മൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, हो सकता है हमने उद्धार पाया है, ജ്ഞാനപ്പെട്ടവരായിരിക്കാം, बपतिस्मा लिया है, നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുന്നവരായിരിക്കാം. अन्य भाषाओं में आराधना करने वाले हैं, ജഡത്തിൻ്റെതായ ചില സ്വഭാവങ്ങൾ നമ്മളെ കുടിയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകാൻ കഴിയത്തില്ല. लेकिन जब तक ये शारीरिक स्वभाव हमारे भीतर है हम परमेश्वर को प्रसन्न नहीं कर सकते। അങ്ങനെയാണ് ഇന്ന് രാത്രി ജഡത്തിന്റെ സ്വഭാവങ്ങളോട് നമ്മൾ വിട പറയേണ്ടവരാണ്. और तो ऐसा है तो आज रात को शारीरिक स्वभाव को हमें गुड बाय कहना है। കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിത രീതികളിൽ पिछले दिनों में हमारे जीवन की शैलियों में ജഡത്തിൻ്റെതായ ഏതെങ്കിലും പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുണ്ടെങ്കിൽ, यदि शारीरिक स्वभाव हमारे जीवन में आया है तो, ഏതെങ്കിലും സ്വഭാവങ്ങൾ നമ്മുടെ മേൽ വാഴുന്നുണ്ടെങ്കിൽ, यदि कोई स्वभाव शारीरिक जो है हमारे जीवन में है तो, അത് നമ്മളെ വിട്ടുപിരിയാതെ നമ്മളെ പിന്തുടരുന്നുവെങ്കിൽ, यदि वो हमसे अलग ना होकर हमारा पीछा कर रहे तो, ചിലരിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ലെങ്കിൽ, यदि हम उससे अलग होने में दिक्कत हो रही है तो, ഒരു പുതിയ സൃഷ്ടിയായി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മകളായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, यदि हम नई सृष्टि बन नहीं पा रहे, एक नई बेटी बन नहीं पा रहे तो, ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കണം. आज रात को आप परमेश्वर से प्रार्थना करें। എന്റെ പ്രാർത്ഥനയിലും എന്റെ ആരാധനയിലും മറ്റാർക്കും ഇഷ്ടം തോന്നിയില്ലെങ്കിലും, यदि मेरी प्रार्थना और मेरी आराधना में मनुष्य प्रसन्न नहीं हुआ तो भी, കർത്താവേ ഇന്ന് രാത്രി ഞാൻ അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. निर्णय ले कि आज रात को परमेश्वर में केवल आपको प्रीति कर प्रसन्न कर जीना चाहता हूँ। അങ്ങക്ക് പ്രസാദമുള്ള ഒരു മകളായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मैं आपको केवल प्रसन्न करके जीना चाहती हूँ। അങ്ങക്ക് ഇഷ്ടമുള്ള ഒരു മകളായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. आपकी प्रिय बेटी बनना चाहती हूँ। ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ നിങ്ങളെ അലട്ടുന്ന ജഡിക സ്വഭാവങ്ങൾ, और परमेश्वर को प्रसन्न करने से रोकने वाला शारीरिक स्वभाव, ഇന്ന് രാത്രി ആകാശത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനത്തെ ആത്മീയമായി വിടാതെ, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയാതെ അല്പകാല ഭൂമിയിലെ ജീവിതത്തിൽ ജനത്തെ ജഡത്തിന്റെ പ്രവൃത്തിയിലേക്ക് വഴിതിരിക്കുന്ന, ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് ജനത്തെ അടിമപ്പെടുത്തുന്ന ഇരുളിന്റെ ശക്തി ആകാശത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനത്തിന്റെ ബ്രെയിനിൽ വിട്ടുമാറട്ടെ, ചിന്തകളിൽ നിന്ന് വിട്ടുമാറട്ടെ, അവരുടെ സ്വഭാവങ്ങളിൽ നിന്ന്, വാക്കുകളിൽ നിന്നെല്ലാം ആ കർത്താവെ ആ സ്വഭാവങ്ങൾ വിട്ടുമാറി ഈ ഭൂമിയിലെ അല്പകാല ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ജീവിക്കുന്ന ഒരു നല്ല മക്കളായി
ഇന്ന് രാത്രി എന്നെ സൂമിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇറങ്ങാനായിട്ട് ഈ രാത്രി ആത്മാവിൽ ഞാൻ കൽപ്പിക്കുന്നു. ചിലരെ കോപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില അടിമത്തത്തിന്റെ ചങ്ങല നാളുകളായി ജഡത്തിന്റെ അനുഭവങ്ങൾ കോപം വെച്ച് പുലർത്തിക്കൊണ്ട് കോപത്തെ വിട്ടുപിരിയാതെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയാതെ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ചില സ്വഭാവങ്ങൾ അഴിഞ്ഞു മാറാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേരുന്ന രാത്രിയില് ഈ മീറ്റിംഗിന്റെ അകത്ത് എത്ര പേര് യഥാർത്ഥമായ ഒരു ദൈവഭക്തനായി ഒരു ദൈവ പൈതലായി ദൈവത്തെ പ്രസാദിക്കുന്ന കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ എത്ര പേര് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? कितने लोग आग्रह करते हैं कि मैं परमेश्वर को प्रसन्न करते हुए परमेश्वर की बेटी या बेटा बनकर जीना का आग्रह करता हूँ। ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, ഈ ജീവിത യാത്രകളിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. हम इस रात को पहचानना है कि इस जीवन के सफर में हमारे पास समस्याएं हो सकती हैं। നാം ദൈവത്തിന്റെ മക്കളായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ പലവിധ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. और हम परमेश्वर के पीछे जब हो लेने का निर्णय लेते, कई तरह की समस्या हमारे जीवन में आ सकती है। നാം യഥാർത്ഥമായ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുമ്പോൾ പലവിധമായ പ്രതികൂലങ്ങൾ നമ്മളെ അലയലിട്ട്. जब हम परमेश्वर के लिए स्थिर होकर खड़े रहने का निर्णय लेते हैं तो कई आंधी या तूफान आ सकती है। യഥാർത്ഥമായി ഞാനൊരു ദൈവവേദനായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വളരെ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരും. सच्चाई से परमेश्वर को सेवा करने का ठान लिया तो कई प्रकार का कष्ट हमारे जीवन में आ सकता है। യഥാർത്ഥമായി ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. वचन कहता है कि यदि परमेश्वर सच्चाई से हमसे प्रेम करते हैं तो उन्हें शिक्षा भी देते हैं। മക്കളെ ദൈവം ശിക്ഷിക്കുന്നത് और बच्चों को ही, संतानों को ही शिक्षा देते हैं। ഒരിക്കലും ദോഷമായി മാറാനല്ല അത്. और वो हमारे दोष के लिए नहीं है, നമ്മൾ നന്നാകാനായിട്ടാ. हम हमारे भलाई के लिए। അതല്ലേ ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ച്, അങ്ങനെയല്ലേ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ 41-42 വാക്യം വായിക്കുമ്പോൾ ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കുന്നു, കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിലും നിൽക്കണം. അടുത്ത് പ്രാർത്ഥിക്കുന്നു, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. हम देखते हैं कि यीशु मसीह गेतसेमना जो वहां पर बाग में मत्ती का सुसमाचार 26 अध्याय उसका 41 और 42 वचन में लिखा है कि हे परमेश्वर, यदि हो सके तो ये कटोरा मुझसे दूर कर, लेकिन मेरी मर्जी नहीं तेरी मर्जी पूरे होने पाए, ऐसा यीशु ने कहा। അപ്പൻ സ്നേഹിച്ച മകനെ തകർക്കാൻ അപ്പൻ ഇഷ്ടം തോന്നിയെന്ന ദൈവത്തിന്റെ വചനം പഠിക്കുന്നു. वचन कहता है कि पिता ने जिस पुत्र से प्रेम किया उसे नाश करने के लिए देखा। പിലാത്തോസിന്റെ അരമനയിൽ മാറി മാറി അവനെ വിസ്തരിച്ചു. और हम देखते पिलातुस के सामने उसे कई बार जो है वहां पर खड़ा किया। ഉടനവരെല്ലാം അവനെ ക്രൂശിക്കാന്ന് ആക്രോശിച്ചു പറഞ്ഞു. और उसके साथ जितने खड़े थे सबने कहा कि इसको क्रूस पर चढ़ाओ। കാൽവരിയിൽ അവനെ തകർക്കുവാൻ അവന് പിതാവിന് ഇഷ്ടം തോന്നിയെന്ന. लेकिन क्रूस पर चढ़ाकर उसे तोड़ने के लिए पिता का मर्जी हुआ। അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. और अरिमतिया यूसुफ के कब्र में उसे दफना दिया। എന്നാൽ അപ്പൻ അവനെ ഓർത്തു. लेकिन पिता ने उसे स्मरण किया। മൂന്നാമത്തെ ദിവസം അപ്പൻ അവനെ ഓർത്തു. तीसरे दिन पिता ने पुत्र को स्मरण किया। അപ്പൻ പുത്രനെ മകനെ മറന്നുപോയില്ല. पिता पुत्र को भूला नहीं। അപ്പൻ സ്വർഗത്തിലെ മുഴുവൻ മഹത്വം ഇറങ്ങിയെന്ന മിന്നുന്ന വാളുമായി മിന്നുന്ന ദൂതന്മാർ റോമാ സാമ്രാജ്യ ഇംപീരിയ മുദ്ര കൊത്തിയ ആ കല്ലറയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ വചനം പഠിക്കുന്നു. वचन सिखाते हैं कि ना पिता ने पुत्र को स्मरण करके जो है वहां पर रोमी लोगों का मोहर लगाया हुआ उस कब्र में अपने स्वर्गदूतों को भेजा, बिजली के समान वहां पर महिमा उतरा करके वचन में लिखा है। ഈ ഭൂമിയിലെ കരുത്തന്മാരായ കാവൽപ്പടന്മാർ മരിച്ചവനെ പോലെയായി. और इस पृथ्वी के रोमी जो सैनिक है वो घबरा कर मरने के कगार पे आ गए। കല്ലറ ഭേദിച്ചുകൊണ്ട് മൂന്നാം നാൾ യേശു പുറത്തു വന്നു. और कब्र को तोड़कर यीशु मसीह तीसरे दिन बाहर आए। ഇവിടം കൊണ്ട് തീർന്നു പോയെന്ന് പ്രഖ്യാപിച്ചവരുടെയൊക്കെ നടുവിൽ അവിടെ ഒരു പുതിയ ചരിത്രം തിരുത്തുകയായിരുന്നു. और यहाँ पर इस मृत्यु के द्वारा सब कुछ समाप्त हुआ, जिसने सोचा वहां से एक नया इतिहास शुरू हुआ। ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. और आज रात को परमेश्वर की आत्मा मुझे याद दिला रही है। മറ്റുള്ളവർ നോക്കി ഇവിടം കൊണ്ട് തീർന്നു പോയെന്ന് പറഞ്ഞ ചിലർ നടുവിൽ
और मनुष्य देखकर तेरा जीवन यहाँ पर समाप्त हुआ करके यदि ऐसा कहा है तो കല്ലറയെ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്നതുപോലെ ചില ഉയർപ്പിന്റെ ശക്തി ചിലരുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കുകയോ. और जिस समान कब्र को तोड़कर यीशु बाहर आया, उसी समान कुछ विषयों में आप जी उठने वाले, बाहर आने वाले। ഇവിടം കൊണ്ട് നിന്റെ പ്രവൃത്തി തീർന്നുപോയി, ഇനി ആ കുടുംബം എന്ത് ചെയ്യും? यहाँ पर तेरा कार्य समाप्त हो गया, वो परिवार अभी क्या करेगा? നിന്റെ തലമുറ ഇനി അവരുടെ തലമുറ എന്ത് ചെയ്യും? उनके संतान अभी क्या करेंगे? അല്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേറൊരു വഴി ഇനി ഉണ്ടാകത്തില്ല. तेरे संतान को अभी कोई भी दूसरा मार्ग नहीं है। ഇവിടം കൊണ്ട് അത് തീർന്നുപോയി, നിലച്ചുപോയെന്ന് പറയുന്നവരുടെ നടുവിൽ और यहाँ पर सब कुछ समाप्त हुआ ऐसा कहने वाले लोगों के बीच में അടയപ്പെട്ട ചിലർ ഇന്ന് രാത്രി തുറന്നു വരുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. परमेश्वर की आत्मा कह रही है, जो बंद हुआ ये दिनों में प्रभु खोल रहा है। റോമാ സാമ്രാജ്യത്തെ കല്ലറ ഭേദിച്ചു പുറത്തു വന്നതുപോലെ जो रोमी का मोहर लगा हुआ कब्र जिस समान खुला, उसी समान നാളുകളായി ചില തലമുറയുടെ വഴി അടച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ ഇന്ന് രാത്രി വഴിമാറുകയാ. റോമാ സാമ്രാജ്യത്തിന്റെ ഇമ്പേരിയമുത്തിന് പൊട്ടിച്ച് പുറത്തു വന്നതുപോലെ ചില തലമുറകൾ ചില വാഗ്ദത്തത്തിലേക്ക് കാലുവെക്കുന്നുവെന്ന് ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രി പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുന്ന സൂമിലുള്ള ഓരോ വ്യക്തികളോടും ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് ആരാധിച്ചു തുടങ്ങിക്ക്. ചില ബന്ധനങ്ങൾ അഴിയുന്നു ശരീരത്തിൽ നിന്ന്. ചില ഭാവി തലമുറ കെട്ടിയ ചില കെട്ടഴിയുന്നു. ചില തലമുറയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ചില കെട്ടുകൾ അഴിഞ്ഞു മാറുകയാ. ഇന്ന് പകൽക്കാലം ആർക്കും ഇതുവരെ കാണാത്ത ചില വിടുതലിലേക്ക്, ആരും ഇന്ന് ഗ്രഹിച്ചു കിട്ടുന്ന ചില ചിന്തയിലേക്ക്, ചില തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരിക്കൽ നിക്ഷേപത്തിലേക്ക് പരിശുദ്ധാത്മാവ് നാളുകളായി തലമുറയുടെ ഭാവി വാഗ്ദത്തം അടച്ചു കിടക്കുന്ന ഇരുട്ടിന്റെ ശക്തി കല്ലറയെ ഭേദിച്ച് ഉയർത്തു വന്നതുപോലെ ചിലർ ഇന്ന് രാത്രി വഴിമാറുന്നു എന്ന ആത്മാവ് ദൂത് കൈമാറുന്നു. റിഗമന വൈഡമനാദന അർദ്ധരാധന എന്നെ ശ്രമിക്കുന്നവർ ഇന്ന് രാത്രി ശ്രമിക്കണം. ഇരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവരിക്കുന്നുണ്ട്. വചനത്തിന്റെ ശക്തി ചിലരുടെ മേൽ സ്പർശിക്കുന്നുണ്ട്. നാളുകളായി ചില അടയപ്പെട്ട ചില വാഗ്ദത്തങ്ങൾ, ചില ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നവർ, എന്താകുമെന്ന് ചോദിച്ചു നിൽക്കുന്നവർ, എന്തായി മാറും, ഇനി എന്താകത്തീരുമെന്നൊക്കെ ഓർത്ത് ചില വിധികർത്താക്കന്മാരെ നിന്ന് ദൃഷ്ടിക്കുന്ന ചില ചിന്തിച്ചുകൊണ്ട് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചില തരത്തിലുള്ള നടുവില് ഇന്ന് പകൽക്കാലം നീ ഒരു ശക്തിയോടെ പുറത്തു വരാൻ പോവുകയാണെന്ന് ആത്മാവിന് രാത്രി ചിലരോട് ദൂത് കൈമാറാൻ എന്റെ അതിരത്തിൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. परमेश्वर की आत्मा आज रात के समय कह रही है कि कुछ संतानों के जीवन में अंधकार लेकर आकर उन्हें वायदे में, प्रतिज्ञा में प्रवेश नहीं कराएगा करके बंधने लाकर, उनके पढ़ाई में रुकावटें लाकर, उनके जीवन में हालेलुया आगे बढ़ने से उन्हें रोकने वाले हर एक चीजों को परमेश्वर दूर करने वाले हैं। और आपने जो देखा नहीं, आपने समझा नहीं है, ऐसे आशीषों में परमेश्वर आपको लेके आने वाला है। കല്ലറയെ ഭേദിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശു और कब्र को तोड़कर स्वर्ग की ओर गया हुआ यीशु मसीह। അപ്പോസ്തല പ്രവൃത്തി 1-10 വാക്യത്തിൽ പറയുന്നത് മാലാഖമാര് അവര് ശിഷ്യന്മാർ യേശു സർക്കാരോണം ചെയ്യുമ്പോൾ ശിഷ്യന്മാര് സ്വർഗത്തിലേക്ക് നോക്കി ഞങ്ങൾക്ക് ഇനി ആരുണ്ടെന്നുള്ള ചിന്തയോടെ നോക്കുമ്പോൾ और हम देखते हैं कि प्रेरितों का काम पहला अध्याय उसका 10वां वचन में जब यीशु मसीह स्वर्ग की ओर चले गए तो चेले जो है बड़े उदासी होकर जो है स्वर्ग की ओर देखते खड़े थे कि हमारे लिए अभी कौन है। സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ മാലാഖമാരിങ്ങനെ പറയും, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു ഇത് പോയതുപോലെ വീണ്ടും വരും. और स्वर्गदूत जो है चेलों से कहते हैं कि हे गलील पुरुषों, तुम क्यों खड़े आकाश की ओर देख रहे हो? ये यीशु जो तुम्हारे पास से स्वर्ग पर उठा लिया गया, जिस रीति से तुमने उसे स्वर्ग को जाते देखा, उसी रीति से फिर आएगा। ആ യേശു ദാ വീണ്ടും വരാൻ പോവുകയാ സ്വർഗത്തിലേക്ക്, ഭൂമിയിലേക്ക്. और वही परमेश्वर स्वर्ग से पृथ्वी पर लौट के आने वाला है। അവന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വീണ്ടും വരുന്നു. और परमेश्वर को प्रसन्न करके जीने वालों को इकट्ठा करने के लिए यीशु फिर से आने वाला है। അതിനോടുള്ള ബന്ധത്തിൽ സുവിശേഷം പറയുന്നത് നോഹയുടെ കാലഘട്ടം പോലൊരു കാലഘട്ടം ഉണ്ടാകും. और सुसमाचार कहता है कि नोहा के समय का काल जैसा होने वाला है। തിമോഥെയോസ് ലേഖനം പറയുന്നു, മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും യേശുനിക്കാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരുമാകും. और तिमोथियुस का पुस्तक में लिखा है कि अंतिम दिनों में मनुष्य जो है अपने आप को ज्यादा प्रेम करेंगे, माता पिता को आदर नहीं करेंगे।
അന്ത്യകാലത്ത് സകല ജഡത്തിനു മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് ജോബൽ പ്രവാചകൻ പറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. और यूवेल का जो पुस्तक है उसमें लिखा गया है कि ना अंतिम दिनों में मैं अपनी पवित्र आत्मा को तुम पर उंडेलूंगा। എത്ര പേര് ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ട് യേശുവിന്റെ വരവിന് വേണ്ടി? कितने लोग तैयार है यीशु के दूसरे आगमन के लिए? അവന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരെ ചേർക്കാൻ യേശു രണ്ടാമതും വീണ്ടും വരാൻ പോവുകയാണ്. और परमेश्वर के हित जानकर जीने वालों के लिए परमेश्वर फिर से आने वाला है। എത്ര പേര് ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ട്? कितने लोग तैयार है? എത്ര പേര് ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ട്? कितने लोग तैयार है? എത്ര പേര് ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ട്? कितने लोग तैयार है? ഞാൻ ഇന്ന് രാത്രി എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുക. और मैं इस रात को मेरे बातें यहाँ समाप्त करना चाहता हूँ। ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താമെന്ന് പറഞ്ഞ യേശു. और मैं जहाँ पर हूँ वहां पर तुम्हें भी बिठाना चाहता हूँ, यीशु ने कहा। ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കി മടങ്ങി വരാമെന്ന് പറഞ്ഞ യേശു. और यीशु ने कहा कि मैं तुम्हारे लिए एक जगह बनाने जा रहा हूँ, लौट आऊंगा। എത്ര പേർക്ക് ഇന്ന് രാത്രി ആ യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്? कितने लोग वो यीशु के लिए तैयार है? ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. हम इस पृथ्वी में देखने वाले हर एक जीव, हर एक चीज क्षण भर के लिए है। നമ്മൾ ഒരു ദിവസം പോകേണ്ടി വരും. और ये सब छोड़कर हमें एक दिन जाना है। ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. या तो मृत्यु, नहीं तो यीशु मसीह का दूसरा आगमन। എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് ആ യാത്രയ്ക്ക് വേണ്ടി? कितने जन अब यीशु मसीह के लिए तैयार है? അവന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ അവനോട് കൂടെ വസിക്കാൻ കഴിയൂ. परमेश्वर को प्रसन्न करने वाले लोग ही प्रभु के साथ वास कर सकते हैं। ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു വന്ന വചനങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ कि जितने वचन मैंने बताया आपने ग्रहण किया। ഒന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച സമാധാനം. और पहला, हम परमेश्वर को प्रसन्न करने के लिए शांति मिलेगा। രണ്ട്, നമുക്ക് കിട്ടുന്ന സ്ഥിരത ഉണ്ടാകും. दूसरा, हमें दृढ़ता मिलेगा। മൂന്ന്, സമ്പത്ത് ഉണ്ടാകും. तीसरा, प्रसन्न करने से धन मिलेगा, ജ്ഞാനം ഉണ്ടാകും. ज्ञान मिलेगा। രണ്ടാമത് ഞാൻ പറഞ്ഞത് അത് പ്രാപിക്കണമെങ്കിൽ നാം എന്താകണം? നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തണം. और वो पाने के लिए हमारे स्वभाव में बदलावट लाना है। ശേഷം ഞാൻ പ്രാർത്ഥിച്ചത് ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കും പ്രതികൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. फिर हमने सुना कि परमेश्वर को प्रसन्न करने वालों के लिए प्रतिकूल और समस्याएं खड़ी होगी। സ്നേഹിക്കുന്നവർക്കാണ് ശിക്ഷ ഉണ്ടാകുന്നത്. और प्रेम करने वालों को ही शिक्षा मिलता है। പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വന്ന പുത്രനെ അവന്റെ പുത്രൻ ഏൽപ്പിച്ചു കൊടുത്ത, ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തെന്ന. पिता पुत्र से प्रेम करता था, फिर भी क्रूश के लिए दे दिया। ഇന്ന് രാത്രി ഞാൻ ഇത്രത്തോളം ദൈവത്തിന് വേണ്ടി നിന്നിട്ട് എന്റെ ജീവിതത്തിൽ എന്താ കഷ്ടത മാറാത്തെ? यदि आप सोच रहे मैं इतना तक प्रभु की सेवा करने के बावजूद कष्ट क्यों नहीं दूर हो रहा है, എന്താണ് എന്റെ പ്രതികൂലങ്ങൾ മാറാത്തത്? मेरी प्रतिकूल वातावरण क्यों नहीं हट रही, എന്താണ് മാറി മാറി എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്? क्यों बार बार मेरे जीवन में प्रश्न प्रतिकूल आ रहा है? അതിന് രാത്രി നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. और उसका जवाब है कि परमेश्वर आपसे प्रेम रखता है। ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. परमेश्वर आपसे प्रेम करता है। ഈ കഷ്ടതയ്ക്ക് അപ്പുറത്തൊരു വിടുതലുണ്ട്. ये कष्ट के उस पार एक छुटकारा है। ഈ ഭൂമിയിലെ അല്പകാല ജീവിതം മനുഷ്യനെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അതിനെ ഒരുക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. और इस पृथ्वी का क्षण भर का हमारे जीवन में हम मनुष्यों को नहीं, परमेश्वर को प्रसन्न करने के लिए निर्णय ले। मैं आप सबों के लिए प्रार्थना करना चाहता हूँ। ഇന്ന് രാത്രി എന്നെ സൂമിലെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സഹോദരങ്ങൾക്കും ഇതിന്റെ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. और इस मीटिंग में मुझे बुलाया हुआ सभी लोगों को मैं धन्यवाद करना चाहता हूँ। मैं अभी तुम्हारे लिए प्रार्थना करूंगा। ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിയായി സ്തോത്രം. അനുഗ്രഹവും മനോഹരമായ ഒരു നല്ല രാത്രിയിൽ അല്പസമയം കർത്താവെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കർത്താവ് ഇന്ന് രാത്രി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സൂമിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവകരത്തിൽ, ഈ സൂമിന്റെ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ യഹോവയുടെ കരത്തിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അല്പകാലം എന്ന സമയം മനുഷ്യനെ അല്ല ദൈവത്തെ പ്രസാദിപ്പിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചാൽ ആ മനുഷ്യന് ഭൂമിയിൽ എന്തെല്ലാം ലഭിക്കും, എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം അല്പസമയം കർത്താവെ ദൈവിക ചിന്തയിൽ നിന്ന് ജനത്തോടായി പറയുവാനിടയായി. കേൾക്കപ്പെട്ട എല്ലാവരെയും ദൈവകരത്തിൽ ഇന്ന് രാത്രി കർത്താവെ അവരുടെ തലമുറകൾ, കുടുംബം, വ്യക്തിപരമായ ജീവിതം എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ വഴിയാത്ര, ജോലി മേഖല, സകല സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവ് ജനത്തെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലഭിച്ച സമയം കർത്താവിന് വേണ്ടി കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ നിരാശ ശ്രദ്ധിച്ച എല്ലാവരും ദൈവകരത്തിൽ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ഭൂമിയിലെ ജീവിതം
അനുഗ്രഹവും സന്തോഷവും സമാധാനവും സമൃദ്ധിയുള്ളവരായി തീരുവാൻ സർവശക്തനായ ദൈവം ജനത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഇന്ന് രാത്രി കർത്താവെ ജനത്തെയും കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജനമൊരു അനുഗ്രഹമായി മാറട്ടെ. അനേകരെ അനുഗ്രഹിക്കുന്നതായി, അനേകരെ കർത്താവെ ദൈവത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ, അനേകർ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നതിനായി ജനമായി തീരാൻ സ്വർഗത്തിലെ ദൈവമേ, ജ്ഞാനവും വിവേകവും അറിവും ആലോചനയും പകർന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് ജനത്തെ നിറയ്ക്കണം. അങ്ങയുടെ വരവിനായി ജനം ഒരുക്കപ്പെടാൻ കർത്താവ് ഇടയാക്കണം. കൃപ കൂടിയിരിക്കണം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ അങ്കിൾ. ശക്തമായ ദൈവിക വചനം ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദേവദാസനെ ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ, अनेक वेदिகளிൽ പിന്നെയും उपयोगिकटे എന്ന് പ്രാർത്ഥിക്കുന്നു. आज रात के समय परमेश्वर की आत्मा बड़े सामर्थ्य के साथ हमसे बातें की है. कितने लोग हालेलुया कह सकते हैं कि परमेश्वर की आत्मा मुझसे बातें की. अपने हाथों को उठाए, हालेलुया, परमेश्वर को धन्यवाद दे. प्रभु ने सुनाया हुआ हर वाणी के लिए, वचन के लिए प्रभु को धन्यवाद दे. हालेलुया. आगे का समय परमेश्वर का अभिषेक दास पीए जोसेफ पास्टर अंकल के हाथ में हैंड ओवर करती हूँ. प्रभु हम सबों को आशीष करे. Praise the Lord. Hallelujah. ഈ രാത്രി കർത്താവ് നമ്മെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ കാണുന്നവരായിരിക്കണം. നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ ഹല്ലേലൂയ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഹല്ലേലൂയ. ദൈവം എല്ലാവർക്കും സമാധാനം നൽകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ആഗ്രഹത്തിന് അനുകൂലമായി അതേ സമാധാനം പ്രാപിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എപ്പോഴും സഹായിക്കണം. സമാധാനമില്ലാത്ത ലോകത്തിൽ ദൈവം നമുക്ക് സമാധാനം നൽകിയാൽ സമാധാനമുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ നമ്മളുടെ വഴിയൊക്കെയും സ്ഥിരമാകും. ഹല്ലേലൂയ. നാം അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരത്തില്ല. നമ്മെ സ്ഥിരമാക്കുന്ന, നമ്മുടെ കാലടികളെ നമ്മളുടെ നരിയാണികളെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട്. അവന്റെ പ്രവൃത്തി ചെയ്യുവാൻ, അവനെ പ്രസാദിപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി തരുവാൻ കർത്താവ് ശക്തനാണ്. ജ്ഞാനം തരുവാൻ, ഹല്ലേലൂയ, നമുക്ക് ബലം തരുവാൻ, നമുക്ക് കൃപകൾ പകിടുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഒരു സമർപ്പണം ഈ രാത്രിയിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ എല്ലാ വഴികളും ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്ന് ഈ രാത്രിയുടെ യാമത്തിൽ അല്ലെങ്കിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു. ദൈവദാസനെ അതിനായി ഉപയോഗിച്ചു. ദൈവദാസന് തന്റെയും തന്റെ കുടുംബത്തിനും തന്റെ പ്രവർത്തനങ്ങൾക്കും തന്റെ പ്രവർത്തന മണ്ഡലങ്ങൾക്കും ദൈവം സഹായം നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ. ശക്തമായി ദൈവവചനം സംസാരിപ്പാൻ പിന്നെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഈ രാത്രിയുടെ യാമത്തിൽ ഈ അതെ മലയാളത്തിൽ പറഞ്ഞതായ ഈ സന്ദേശം അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കെസിയായ ദൈവം ശക്തിപ്പെടുത്തി, ഹല്ലേലൂയ, ബലപ്പെടുത്തി. സ്തോത്രം. ഇതെല്ലാവർക്കും അനുഗ്രഹ വിഷയമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസൻ പാസ്റ്റർ ടി എബ്രഹാം പ്രാർത്ഥിച്ച് ഈ രാത്രിയിലെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ സായനവേളയിൽ കർത്താവേ, ഇതിന്റെ പാതത്തിൽ ദൈവാലോചന കേൾക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. അതിനായി സ്തോത്രം. ഞങ്ങളുടെ ഉപവാസത്തിന്റെ 2ാം ദിവസം രാത്രിയിൽ ദൈവിക ആലോചന കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവേ. മനുഷ്യന് ഏറ്റവും അധികമായി വേണ്ടത് ദൈവിക സമാധാനമാണല്ലോ. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നയിച്ചു പോകുന്നു, ഈ ലോകം തരുന്ന സമാധാനമല്ലല്ലോ. സ്വർഗീയ സമാധാനം എല്ലാ പ്രിയപ്പെട്ടവർക്കും നീ കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം.
ന്യായപ്രമാണത്തിന് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കർത്താവെ അനുസരിച്ച് പ്രിയപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവിക സമാധാനം ലഭിക്കുമെന്നുള്ളത് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകം തരുന്ന സമാധാനമല്ല, ദൈവം തന്നിരിക്കുന്ന സമാധാനം പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ ഞങ്ങളെ അവരെയും സഹായിക്കുമാറാകണമേ. ഈ ലോകത്തിലെ മോഹവും ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ, മോഹങ്ങള് ലോകപ്രിയങ്ങളെല്ലാം നഷ്ടപ്പെടുകയല്ലോ. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവർക്ക് ഹല്ലേലൂയ ദൈവപ്രസാദം ലഭിച്ച് ജീവിക്കുവാൻ തക്കണം ഇടയായി തീരുമല്ലോ. ദൈവത്തിൽ നിന്ന് സമാധാനം സന്തോഷം പ്രാപിച്ചവരായി മറ്റുള്ളവർക്ക് ഈ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം. കർത്താവെ, നിന്റെ മക്കളെ നീ അവിടുന്ന് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ആലോചന അറിയിക്കുവാൻ പ്രധാനദാസനെ നീ അധികാരപ്പെടുത്തിയല്ലോ. സ്തോത്രം. ദാസന് ആവശ്യമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകി തുടർന്നും സഹായിക്കുമാറാകണമേ. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നടപടിയായി നിവർത്തിച്ചുകൊണ്ട് ദൈവീയ പ്രസാദം പ്രാപിച്ച് ജീവിക്കുവാൻ ഇതിനെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്ന പിരിയാത്തതിനായ കർത്താവിന്റെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കണം, രക്തം എല്ലാവരും ദൈവത്തിന്റെ സമാധാനത്തിൽ ജീവിച്ച് ഉയർച്ച പ്രാപിച്ച് മാന്യതയോടെ ജീവിപ്പാൻ എവർക്കും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ വിലയിൽ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേട്ടുത്തരമുള്ള സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗ കൂട്ടായ്മയും കാവലും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും നാം ഓരോരുത്തോടും ഇവനെങ്കിൽ ദയാലോചന അറിയിച്ച ദൈവദാസോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. कल सुबह का समय भी परमेश्वर का अभिषेक दास है कन्नूर से, पास्टर नोबेल है, और शाम के समय ऑस्ट्रेलिया से एक पास्टर जुड़ने वाले हैं। कृपया करके लिंक जितने लोगों को दे सके लिंक कृपया करके शेयर करना, सबों को लेकर आना, अपने मित्रों को, रिलेटिव्स को, कलीसिया के विश्वासी भाई बहनों को। परमेश्वर सबों को आशीष करने पाए। जुड़े हुए सबों को धन्यवाद। जोसेफ पास्टर अंकल, प्रेज द लॉर्ड। अलेक्जेंडर पास्टर, प्रेज द लॉर्ड। Rachel Andy, praise the Lord. Lily Kuti Andy, Stotram. T.T. Abraham, Pastor Uncle, praise the Lord. Chitra Auntie, praise the Lord. Mamta, praise the Lord. Olivia sister, praise the Lord. Madan Uncle, praise the Lord. Kajal Auntie, praise the Lord. Bindu Andy, praise the Lord. Rachel Andy, praise the Lord. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ 10:30 मीटिंग ആരംഭിക്കും. कल 10:30 बजे मिलते. Praise the Lord. Goodbye. Good night, everyone. Praise the Lord. See you tomorrow. See you all tomorrow.